ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കോലത്തെ തമ്പുരാട്ടിയായിട്ടോ മഹാറാണിയായിട്ടോ അല്ല ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞിന്റെ അമ്മമ്മയായിട്ടാ. ഇവിടെ താലി കെട്ടിയതോടെ നീ എന്റെ കൊച്ചുമോനാ. നീ പറ, മോൾ എന്തിനാ കരഞ്ഞേ? എന്റെ മറുപടി അല്പം മുമ്പ് ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ. കല്യാണം കഴിച്ച പെണ്ണിനെ ഞാൻ ഒരു കാലത്തും ഉപേക്ഷിക്കില്ല, പ്രത്യേകിച്ചും ഋതികമ്മടുത്ത്. ഋതികമ്മടത്തിന്റെ സ്ഥാനം എന്റെ മനസ്സിലാവുള്ളത്. അത് ഭാര്യയായിട്ട് മാത്രം ഉള്ളതല്ല. ആ, അങ്ങനെ ആണുങ്ങളെ പോലെ നട്ടല് നിവർത്തി കാര്യം പറയടാ. ഇപ്പൊ നീ എന്റെ മകനായതില് ഞാൻ അഭിമാനിക്ക. അമ്മായിയമ്മ എതിരിൽ നിന്നൊന്നും പറഞ്ഞ് ഇന്നേ വരെ കല്യാണം കഴിച്ചവരൊന്നും ഭാര്യയെ ഉപേക്ഷിച്ചിട്ടില്ല. ഉപേക്ഷിച്ചവരുണ്ടെങ്കിൽ അവരൊക്കെ ഭാര്യ വീട്ടുമൃഗമായി കണ്ടവരായിരിക്കും. എന്റെ അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവളെ മക്കളുടെ മുന്നിൽ പോലും കുറ്റം പറയുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. പക്ഷേ അവൾ മക്കളായി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ശത്രുവായി മാറുമ്പോ വേദനിക്കുന്നത് എന്റെ മനസ്സാ. കാരണം എനിക്ക് അവൾ എന്റെ ജീവനാ. അവളിങ്ങനെ മാറിപ്പോയതല്ലേ എനിക്ക് സങ്കടമുള്ളൂ. ഇങ്ങനെ തുടർന്ന അമ്മ നിങ്ങൾക്ക് ബദ്ധശത്രുവായി മാറും. ഏത് സാഹചര്യത്തിലായാലും പെറ്റമ്മയെ ശത്രുവാക്കുന്നത് മഹാഭാവ. അതുകൊണ്ട് നീ നിന്റെ അമ്മയുടെ കാര്യത്തില് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അതെ, വർമ്മ സാറിന്റെ വീട്ടിൽ നിന്ന് ഋതികയുടെ മുത്തശ്ശി അപ്പുവൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സരസ്വതി മേഡം അറിഞ്ഞ മോളെ? അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നേ. ഒരു കാരണവശാലും സരസ്വതി മേഡം ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയരുത്. അറിഞ്ഞ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. മാഡം ക്ഷിപ്രകോപിയ. കൊച്ചുമോളുടെ കണ്ണീര് കണ്ട അവര് സഹിക്കില്ല. എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. മോളെ പറഞ്ഞത് കേട്ടല്ലോ. മുത്തശ്ശിയോട് വിട്ടൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾ വന്നേ. വാ. മോളെ, സൂര്യമംഗലം കൊട്ടാരത്തിലെ തമ്പുരാട്ടിയും കൊച്ചുമോളുവാ. ഈ കൊച്ചിന്റെ കയ്യിൽ 10 പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഋതിക നടന്നതെല്ലാം അവരോട് പറയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പൂരം നടക്കും. അമ്മ മിക്കവാറും ഇവളെല്ലാം പറയും ഇവിടെ കൂട്ടാടി നടക്കും. എന്താ മോളെ, മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ചേച്ചി, മോളിങ്ങനെ കരയല്ലേ. എന്തായാലും അമ്മമ്മയോട് തുറന്നു പറ മോളെ. ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? രാഗമ്മയുടെ കരണത്തിൽ ഇപ്പൊ ഒരു പടക്കം പൊട്ടും.
ഇങ്ങനെ കരയാതെ കാര്യം പറ മോളെ. അത് ഋതുമോള് കരയുന്നതേ എന്റെ അമ്മയുടെ കുഞ്ഞമ്മ മരിച്ചില്ലേ അതിന്റെ സങ്കടത്തിലാ. രാധമ്മയുടെ കുഞ്ഞമ്മ മരിച്ചതിന് ഋതുമോള് കരയുന്ന എന്തിനാ? അതാ എന്തേ ചോദ്യം? അത് രാധമ്മ കരഞ്ഞ ഋതുമോളും കരയും. അത്രയ്ക്ക് ഇഷ്ടം അവര് തമ്മില്. രാജു, മാഡം. അമ്മമ്മേന്ന് വിളിക്കടാ. അമ്മമ്മേ. അവന്റെ ഒരു മേടം അടവും. പറയ രാജു, എന്തിനാ എന്റെ കുഞ്ഞ് കരഞ്ഞത്? അത് ഓരോരുത്ത തമ്പുരാട്ടിയായിട്ടോ മഹാറാണിയായിട്ടോ അല്ല ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞിന്റെ അമ്മമ്മയായിട്ടാ. ഇവിടെ താലി കെട്ടിയതോടെ നീ എന്റെ കൊച്ചുമോനാ. നീ പറ, മോൾ എന്തിനാ കരഞ്ഞേ? അതിപ്പോ എന്നാ വേണു പറ. അതെന്താണെന്ന് എനിക്കറിയില്ല മാഡം. അല്ല, മോള് തന്നെ പറയട്ടെ. കുറെ ദിവസമായില്ലേ എന്റെ അമ്മമ്മ കണ്ടിട്ട്. അമ്മമ്മ പെട്ടെന്ന് കണ്ടതിന്റെ സന്തോഷത്തില് ഞാനങ്ങ് കരഞ്ഞു പോയതാ. സത്യാണോ? സത്യം അമ്മമ്മ ഞാൻ പറയുന്നേ. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഇവരൊക്കെ അങ്ങ് അവിശ്വസിക്കുകയും ചെയ്തു. സോറി കേട്ടോ. മോളുടെ സന്തോഷം കാണാനല്ലേ അമ്മമ്മ വന്നത്? എനിക്കിവിടെ വലിയ സന്തോഷം അമ്മമ്മ. എനിക്ക് എല്ലാരും ഇല്ലേ ഇവിടെ. രാജുവിനെ കൂടാതെ അമ്മയുടെ സ്ഥാനത്ത് എന്റെ രാധമ്മയുണ്ട്. അച്ഛന്റെ സ്ഥാനത്ത് വേണമെങ്കിലും ഉണ്ട്. പിന്നെ ഒരു അമ്മുമ്മയുടെ കുറവ് പരിഹരിക്കാൻ ഇവിടെ ഞാനെന്ന് പറയുന്ന ആര്യാദേവിയും ഉണ്ട്. ആര്യാദേവി ആര്? അച്ഛനിട്ട പേര് അതല്ലേടാ. അകലെ